ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ലൂക്കാച്ചൻ അത് രാവിലെ എണീറ്റു. കൂടെ നമ്മുടെ പിള്ളേർ റോബിനും അലീനയും ലിയൻകുട്ടനും ഇന്ന് തിരിച്ച് ഇടുക്കിക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ലൂക്കാച്ചന്റെ ലിയൻകുട്ടന്റെയും കൂടെയുള്ള സമയങ്ങൾ വളരെ മനോഹരമായിരുന്നു. ഇനിയിപ്പോൾ എന്നാണ് എല്ലാവരും കൂടെ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് കൂടാൻ സാധിക്കുക എന്ന് അറിയില്ല. പപ്പയാണെങ്കിൽ രണ്ടവന്മാരെയും മാറി മാറി എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മഴയ്ക്കുള്ള കോളൊന്നുമില്ല. കുറച്ചു നേരത്തെ കളിയും ചിരിയും വർത്താനമൊക്കെ കഴിഞ്ഞ് റോബിൻ ഞങ്ങളോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഇടുക്കിയിലേക്ക് പോവുകയാണ്. ലിയോൻകുട്ടൻ പെട്ടെന്ന് പോയോണ്ടാകാം ലൂക്കാച്ചന്റെ മുഖത്ത് ഒരു വല്ലാത്തൊരു സങ്കടം. എല്ലാവരും പോയല്ലോ, ഇനിയിപ്പോൾ എന്താണ് പരിപാടി എന്ന് ഓർത്തോണ്ടിരുന്നപ്പോഴാണ് ഉച്ചയ്ക്കത്തെ ചോറൂണും കഴിഞ്ഞ് ഇനി നമുക്ക് പാഞ്ചാലിമേട് വരെ പോയി അവിടുത്തെ കാഴ്ചകളും കണ്ട് ജോണിയങ്കളും ആന്റിയും പിള്ളേരും നടത്തുന്ന പെപ്പർ ഗ്ലൈൻ പർവ്വത്ത് എന്ന ഹോം സ്റ്റേയും കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാം എന്നായി ഞങ്ങളുടെ തീരുമാനം. മുറിഞ്ഞ വഴിയിൽ നിന്നും പാഞ്ചാലിമേടിലേക്ക് പോകാനൊരു വഴിയുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ പ്രാവശ്യം പോയത് പെരുവന്താനത്തിന് മുള്ളായി അമലഗിരി ചെന്ന് അവിടുന്ന് നല്ല തണ്ണി വഴി ഞങ്ങൾ പാഞ്ചാലിമേട്ടിലെത്തി. ഞങ്ങൾ പോയ റോഡൊക്കെ വലിയ കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ളതായിരുന്നു കേട്ടോ. ഒരു നല്ല മഴയൊക്കെ പെയ്ത് തോർന്നു നിൽക്കുന്ന സമയം പാഞ്ചാലിമേട്ടിലെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം അവിടെ സമയം ചെലവഴിച്ചതിന് ശേഷം കണയങ്കോവൽ പള്ളിക്ക് അടുത്തുള്ള ജോണി അങ്കിളിന്റെ പെപ്പർ ഗ്ലൈൻ പർവ്വത്ത് എന്ന ഹോം സ്റ്റേയിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് ജോണി അങ്കിളും ആന്റിയും അവിടെ ഉണ്ടായിരുന്നില്ല. ജിനി ചേച്ചിയും കുഞ്ഞാവയും കാണാൻ സാധിച്ചു. 2 നിലയുള്ള ഈ വീട്ടിൽ മുകളിലത്തെ നിലയാണ് ഇവിടെ റെന്റിന് കൊടുക്കുന്നത്. 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു ചെറിയ ട്രീ ഹൗസും ഒരു ലിവിംഗ് റൂം ഏരിയയും പിന്നെ അവിടെ ചില്ലായിട്ടിരിക്കാൻ വേണ്ടി പുറത്ത് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വരാന്തയും കൂടെ ഉണ്ട്. ഇന്ന് അവിടുത്തെ ഹോം സ്റ്റേയില് അവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്തൂടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് അവിടെ കണ്ട ഒരു കുട്ടി ഓറഞ്ചും കഴിച്ച് ഹോം സ്റ്റേയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അത്യാവശ്യം വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നേച്ചർ ഫ്രണ്ട്ലി വാട്ടർ പൂളിന്റെ അടുത്തേക്കാണ് പോകുന്നത്. മലനിരയിൽ നിന്ന് ഒഴുകി വരുന്ന ഈ തെളിനീര് പോലത്തെ ജലം പാറയിൽ തീർത്ത് ഈ വാട്ടർ പൂളിൽ സ്റ്റോർ ചെയ്ത് കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു. പൂളിലേക്ക് ഒഴുകി വരുന്ന ഈ വെള്ളത്തിൽ കൈയൊക്കെ കഴുകി അടുത്ത തവണ വെക്കേഷനെ നാട്ടിൽ വരുമ്പോൾ ലൂക്കാച്ചനെ വാവനെ എല്ലാവരും കൂട്ടി വെള്ളത്തിൽ ചാടിയിട്ടേ കാര്യമുള്ളെന്ന് കരുതി ജിനി ചേച്ചി ഉണ്ടാക്കി വെച്ച ചായയും പഴംപൊരിയും കഴിക്കാനായി വീട്ടിലേക്ക് പോയി. ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു തന്ന സമയത്ത് സ്ഥലത്തില്ലായിരുന്ന ഐവാൻകുട്ടനും ജോണിയങ്കളും ആന്റിയും ദാ എത്തിപ്പോയി. ലൂക്കാച്ചനെ കണ്ടപ്പോഴേക്കും ഐവാൻകുട്ടൻ ഹാപ്പിയായി. ജോണിയങ്കളാണെങ്കിൽ തന്റെ സ്ഥലത്തൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ഫ്രൂട്ട്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ജോണിയങ്കൾ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ഫ്രൂട്ട്സിന്റെ പേരാണ് അബിയു, മട്ടോവാർ, ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോസ്റ്റീൻ, അങ്ങനെ നിരവധി അനവധി ഫ്രൂട്ട്സ് ഒക്കെ അവിടെ കാണാൻ സാധിച്ചു കേട്ടോ. ആന്റി ഒരു അബിയുവിനെ എടുത്ത് അങ്ങ് മുറിച്ചു. ഞാനിത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇതിനുള്ളിലായിട്ട് ഒരു ബ്ലാക്ക് കളർ സീഡുമുണ്ട്. ഞങ്ങൾ കഴിക്കുന്ന കണ്ട് ലൂക്കാച്ചൻ അവനും വേണമെന്നായി കാര്യങ്ങളൊക്കെ. ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച ലൂക്കാച്ചൻ ഐവാൻകുട്ടന്റെയും അങ്കിളിന്റെയും ആന്റിയുടെയും കൂടെ ഒക്കെ പോയി ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ പുറവശത്തുള്ള ചെറിയ മീൻകുളം കൊണ്ട് തിരിച്ചെന്നപ്പോഴേക്കും അതാ അങ്കിളിന്റെ കയ്യിലിരിക്കുന്ന വേറൊരുത്തൻ. ഇവനാണ് സ്റ്റാർ ഫ്രൂട്ട്. അവനെയും കൂടെ വാങ്ങി കഴിച്ചതിന് ശേഷം ഐവാൻകുട്ടന്റെയും ലൂക്കാച്ചന്റെയും വാവയും കൂടെ പുറത്തൊക്കെ ഇരുന്ന് കുറച്ചു നേരം കളിച്ച് ജിനി ചേച്ചി കൊണ്ടുവന്ന ഒരു സ്പൈസി പേരയ്ക്ക ഐസ്ക്രീമും കഴിച്ച് അങ്ങനെ ഇരിപ്പായി. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ചില്ല് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായ സ്ഥലം നിങ്ങൾക്കും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവരോടും ബൈ പറഞ്ഞ ശേഷം കൊടുത്തി ചെന്ന് ഡെസ്റ്റിനെ പിക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി. സമയം ഒരുപാടായി. നാളെ കാണാം. ഗുഡ് നൈറ്റ്.